ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് Volkswagen Polo ആണ്. അപ്പോൾ കസ്റ്റമർ കംപ്ലൈന്റ് വണ്ടിക്ക് മൈലേജ് കുറവാണ്, ഭയങ്കര പുള്ളിംഗ് ലെസ്, പിന്നെ മിസ്സിങ് പോലെ. അപ്പോൾ നമ്മൾ സ്കാനർ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് കിട്ടിയത് മൂന്നാമത്തെ സിലിണ്ടർ ലീക്കാണ്, അതായത് മിസ്സിംഗ് ആണ്. അതായത് മൂന്നാമത്തെ ഇഞ്ചക്ടറും വർക്ക് ആവണില്ല. അതാണ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇഞ്ചക്ടർ അയക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് കംപ്ലൈന്റ് ആയ ഇഞ്ചക്ടർ. ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ പൈപ്പ് അയക്കണം. ഈ പൈപ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കപ്ലറുകൾ അഴിച്ചു മാറ്റണം. പിന്നെ ഇവിടെ ഈ ഒരു വയറിംഗ് ഇട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഈ ഇഞ്ചക്ടറിന്റെ ഈ ഭാഗത്തെ കപ്ലിംഗ് ഒക്കെ അഴിച്ചു മാറ്റാം. അതുപോലെ തന്നെ ഈ ഓസ് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാക്കും, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാക്കും. ഇത് ജസ്റ്റ് അഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിംഗ് ഇട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ബാക്കിലേക്ക് വൈഡാക്കി വെക്കാം. എന്നിട്ട് ഇവിടുത്തെ ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് ലൂസാക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലൂസാക്കുക. പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ട്, ലൂസാക്കുക. അതവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇഞ്ചക്ടർ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് അഴിക്കാൻ പറ്റില്ല, ഇത് രണ്ടും സെറ്റാണ്. അതായത് കണ്ടോ, ഇതില് രണ്ടും കൂടി ഒന്നിച്ചഴിക്കും. അപ്പൊ ഈ രണ്ട് ഇഞ്ചക്ടറും പൊക്കിയിട്ട് വേണം ഒരെണ്ണം അഴിക്കാൻ. ഇവിടെ ഒരു ഫ്ലവറിന്റെ ബോൾട്ട് ഉണ്ടായിരിക്കും സെന്ററിൽ. പിന്നെ ഉള്ളതാണ് മെയിൻ ആയിട്ട് ഈ റിട്ടേൺ ഹോസ് ഉണ്ടല്ലോ. ഈ റിട്ടേൺ ഹോസ് അയക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് വോൾസ്വാഗന്റെ വണ്ടികളിൽ ഈ റിട്ടേൺ ഹോസ് അയക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചൂടായിട്ടും തണുപ്പായും കുറെ കഴിഞ്ഞാൽ ഇതൊരു ഫൈബറിന്റെ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഇത് പൊട്ടാറുണ്ട്. അപ്പൊ ഇതിൽ വരുന്നത് ഇത് ഇങ്ങനത്തെ ലോക്കാണ് കേട്ടോ, ഇങ്ങനത്തെ ലോക്കാണ്. വോൾസ്വാഗനിലെ രണ്ട് ടൈപ്പ് ലോക്ക് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ പൊക്കിയിട്ട് അഴിക്കാൻ പറ്റുന്ന ലോക്കുണ്ട്. പിന്നുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇതേപോലത്തെ ഒരു മെറ്റല് പ്രസ് ചെയ്ത് കെട്ടുന്നതാണ്. അപ്പൊ ഇത് അഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് മൈന്യൂട്ടായിട്ട് ഒരു കണക്ടർ വെച്ച് തിക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര റേറ്റാണ് ഈ ഒരു പൈപ്പിന് വരുന്നത്. 1000 രൂപേന്റെ മുകളിൽ തന്നെ ഒരെണ്ണത്തിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വോൾസ്വാഗന്റെ ഇഞ്ചക്ടർ അയക്കുന്ന സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അഴിക്കാതെ അതൊരു വാക്കത്തിന്റെ ഒരു ലൈൻ ഉണ്ട്, അത് ഇവിടേക്ക് പോണതാണ്. അപ്പൊ അത് ഈ വയറിംഗ് കിറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അഴിച്ചു മാറ്റി വെച്ചാണ്. ഈ വയറിംഗ് കിറ്റ് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത്. വേറെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെന്ററിലെ പിന്നെ ലോക്ക് അഴിക്കുക. എന്നിട്ട് രണ്ടും ഷെയ്ക്ക് ചെയ്ത് ഇളക്കിയെടുക്കണം. ചിലത് നല്ല പിഴുത്തുണ്ടാകും. അപ്പൊ W40 അടിച്ചിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് എടുക്കണം. വേറെ ലോക്കൊന്നുമില്ല. ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ നേരെ മുകളിലേക്ക് പൊക്കിയെടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഇത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇഞ്ചക്ടർ. അപ്പൊ നമുക്ക് ഈ ഇഞ്ചക്ടറിന് പുതിയത് മാറ്റി വെക്കണം. ഈ മൂന്നാമത്തെ ഇഞ്ചക്ടറാണ് കംപ്ലൈന്റ്. വോൾസ്വാഗന്റെ ഒക്കെ ഇഞ്ചക്ടർ അയക്കാനും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഓസ് മാത്രം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് പൊട്ടാറുണ്ട്, അധികം പൊട്ടാറുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പൊട്ടും. അപ്പോൾ ഇഞ്ചക്ടർ വന്നിട്ടുണ്ട്, പുതിയ ഇഞ്ചക്ടർ അല്ല. ഈ പഴയ ഇഞ്ചക്ടറിനെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. പുതിയ ഇഞ്ചക്ടർ അല്ല, ഇതിലുള്ള സെയിം ഇഞ്ചക്ടറിനെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് കയറ്റണം. അത് തിരിച്ച് കയറ്റുന്നതിന് മുന്നേ ഇഞ്ചക്ടറിൻ്റെ വാഷർ ഉണ്ടല്ലോ, ആ വാഷറിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ഗ്രീസ് ആക്കിയിട്ട് അതിലേക്ക് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ടർ ഇറക്കുന്ന സമയത്ത് വാഷർ ചാടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീസ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇഞ്ചക്ടർ നേരെ ഹോളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇഞ്ചക്ടർ വെച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചക്ടറിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, രണ്ട് ഇഞ്ചക്ടർ ലോക്ക് ചെയ്ത് വെക്കാനല്ല, ആ ലോക്കും കൂടി വെച്ച് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇഞ്ചക്ടർ ഹോളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലോക്ക് രണ്ട് ഇഞ്ചക്ടറിൽ കണക്ട് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ലോക്കാണ് ഈ രണ്ട് ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് വേണം രണ്ട് ഇഞ്ചക്ടറും വെച്ച് ടൈറ്റ് ചെയ്യാൻ. ഓക്കെ, അത് വെച്ചിട്ട് ഇഞ്ചക്ടർ രണ്ടും നല്ലപോലെ താഴ്ത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇഞ്ചക്ടറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് മെറ്റൽ പൈപ്പ് ഫിറ്റ് ചെയ്യണം.
അപ്പോൾ ആ രണ്ടിൻ്റെ മെറ്റൽ പൈപ്പ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മളത് സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. സ്പാനർ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. കറക്റ്റ് ടൈറ്റ് ചെയ്യാൻ സ്ലിപ്പാവുകയൊന്നും ചെയ്യരുത്. അപ്പോൾ 2 ഇഞ്ചക്ടറിൻ്റെ പൈപ്പുകൾ നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്മളെ റിട്ടേൺ ഹോസ് ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വയറിങ്ങും ആ പൈപ്പും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴ്ച പൈപ്പിൻ്റെ അവിടുത്തെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഞ്ചക്ടർ ഒന്ന് ലോഡായി കൊടുക്കണം കേട്ടോ, എയർ കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടർ ചിലപ്പോൾ ലോക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഞ്ചക്ടറിൻ്റെ കപ്ലർ കൊടുക്കരുത്. കപ്ലർ കൊടുക്കാതെ ആ 2 ഇഞ്ചക്ടറിൻ്റെയും ലൈനുണ്ടല്ലോ മെറ്റൽ ഹോസ് അതൊന്ന് ലൂസാക്കിയിടുക. ലൂസാക്കിയിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ക്രാങ്ക് ചെയ്യണം. ഒരിക്കലും ഇഞ്ചക്ടറിൻ്റെ ലൈന് കൊടുക്കരുത്. ലൈന് കൊടുക്കാതെ വേണം അത് ക്രാങ്ക് ചെയ്യാൻ. ആ 2 പൈപ്പും ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിടുക. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് ജസ്റ്റ് 2 പ്രാവശ്യം ക്രാങ്ക് ചെയ്യുക. ക്രാങ്ക് ചെയ്ത ശേഷം അത് ഇഞ്ചക്ടർ ലോഡായിക്കോളും. ലോഡായതിനു ശേഷം എന്നിട്ട് വേണം നമ്മൾ കപ്ലറെല്ലാം ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കപ്ലർ എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് സ്റ്റാർട്ടാകാനുള്ള ഒരു മരുന്നുണ്ട്, അത് ലാസ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഡീസൽ വണ്ടിയിൽ ഇങ്ങനെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇൻടേക്കിൽ ജസ്റ്റ് ഒന്ന് പെട്രോളോ അല്ലെങ്കിൽ WD-40 ഒന്ന് മണപ്പിച്ച് കൊടുത്താൽ മതി. ആ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായിക്കോളും. അല്ലാതെ കുറേ നേരം അടിക്കണം. ആ പെട്രോളോ WD-40 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പക്കയായിട്ട് ഇതാണ്. ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഈ എയർ ഫിൽറ്ററിന് അങ്ങോട്ട് പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൊടുത്തത് WD-40 കൊടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റാർട്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.